കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളൊന്നായ മുത്തങ്ങ സംഭവം 2003 വാഗ്ദാനം ചെയ്ത ഭൂമി നൽകാൻ അന്നത്തെ സർക്കാർ താമസിച്ചതിനെതിരെയുള്ള പ്രതിഷേധമായി വിവിധ ആദിവാസി സമൂഹങ്ങളിൽപ്പെട്ട ആളുകൾ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിനുള്ളിലെ ഭൂമി കൈവശപ്പെടുത്തി കുടിലുകൾ നിർമ്മിച്ചു. അവരെ ഒഴിപ്പിക്കാമെന്ന പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വളരെ പൈശാചികമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു. ഏകദേശം ഒരു പരിധിവരെ ഈ സംഭവത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് അനുരാജ് മനോഹർ ഇഷ്ക് എന്ന മികച്ച ടിബിയു ചിത്രത്തിന് ശേഷം നരിവേട്ട എടുത്തിരിക്കുന്നത്. പിന്നെ പറയേണ്ടതില്ല, ടൊവിനോ തോമസ് വളരെ അടിപൊളിയായിട്ടുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു അനുഭവശൂന്യനായ മടിനായ ആളിൽ നിന്നും ഒടുവിൽ ഒരു മാറ്റത്തിന് തയ്യാറാകുന്ന ആളായി വർഗീസിന്റെ കഥാപാത്രം വികസിക്കുന്നത് ടൊവിനോ തോമസ് മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നു. ബഷീറായിട്ടുള്ള സുരാജ് വെഞ്ഞാറമൂട് ഒരു ശാന്തമായ സാന്നിധ്യമാണ്, എന്നാൽ സിനിമയിലെ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ്. ഓട്ടോഗ്രാഫ് ഫെയിം ചേരൻ ഈ സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫർ വിജയൻ്റെ ഫ്രെയിംസ് വളരെ മികച്ചതായി തോന്നി. നായകനും നായികയും തമ്മിലുള്ള റൊമാൻറ്റിക് സീൻസ് അത്ര മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാൽ സംഗീത സംവിധായകൻ ജേക്സ് ബിജോയ് ആഫ്റ്റർ തുടരും. അദ്ദേഹം ഒരു മികച്ച സംഗീത സംവിധായകനായി മലയാള സിനിമയിൽ ഇനി ഉണ്ടാവും. ഈ സിനിമയിൽ ഒരു റൊമാൻറ്റിക് സോങ് ഉണ്ട്, അത് നേരത്തെ യൂട്യൂബിലൊക്കെ റിലീസ് ചെയ്തതാണ്. അത് വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. നരിവേട്ട ഒരു സാധാരണ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഇതൊരു സാമൂഹ്യ ബോധം സൃഷ്ടിക്കുന്ന ചലച്ചിത്രമാണ്. ടൊവിനോയുടെ ട്രാൻസ്ഫോർമേറ്റീവ് പ്രകടനം, ചിത്രത്തിൻ്റെ ധൈര്യമുള്ള ആഖ്യാനവും ഇതിനെ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ ഡ്രാമകളിൽ ഒന്നാക്കി മാറ്റുന്നു. സിനിമ വൺ ടൈം വാച്ചബിളാണ്. പിന്നെ നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ വിലയിരുത്തുക.